അൻവർ ഇപ്പോൾ രാജിക്കത്ത് കൈമാറിയതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങുകയാണ്. അദ്ദേഹം ഇവിടെ നിന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുമോ അല്ലെങ്കിൽ വാർത്താ സമ്മേളനത്തിലായിരിക്കുമോ എന്നുള്ള കാര്യത്തിലാണ്. എന്തായാലും മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും പ്രസ് മീറ്റ് പറയാം. നമുക്ക് അങ്ങോട്ട് പോയില്ലേ? കൊടുത്തു. രാജിക്കത്ത് കൈമാറിയെന്ന് ഒടുവിൽ സ്ഥിരീകരിക്കുകയാണ് അൻവർ തന്നെ. ആദ്യമായിട്ടാണ് താൻ സ്വാതി എന്തായാലും രാജി വെച്ചിരിക്കുകയാണ്. താൻ MLA സ്ഥാനം രാജിവെക്കുകയാണെന്ന് അദ്ദേഹം സ്ഥിരീകരിക്കുകയാണ്. രാജിക്കത്ത് കൈമാറി താൻ രാജിക്കത്ത് കൊടുത്തുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ വിശദമായി വാർത്താ സമ്മേളനത്തിൽ പറയാമെന്നാണ് PV അൻവർ MLA പറയുന്നത്. PV അൻവർ പറയുന്നത് അല്പസമയത്തിനകം തന്നെ അദ്ദേഹം മാധ്യമങ്ങളെ കൊണ്ട് തൻ്റെ രാഷ്ട്രീയ പരിപാടികൾ അദ്ദേഹം വിശദീകരിക്കും. ഇനി മുതൽ തൃണമൂൽ കോൺഗ്രസിലെ നേതാവായിട്ടായിരിക്കും PV അൻവർ അറിയപ്പെടുക. അതിൻ്റെ സംസ്ഥാന കോർഡിനേറ്റർ പദവി ഉൾപ്പെടെ അൻവറിന് കാത്തിരിക്കുന്നുണ്ട്. അങ്ങനെ PV അൻവർ തൃണമൂൽ കോൺഗ്രസ് നേതാവായി കേരള രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണ്. PV അൻവർ MLA എന്നുള്ള സ്ഥാനം ഇനിയില്ല. അതിനുശേഷം ഭാവിയിൽ എന്തായിരിക്കുമെന്നുള്ള കാര്യത്തിലൊക്കെ അദ്ദേഹം ആ കാര്യങ്ങൾ വിശദീകരിക്കും. നിലവിൽ PV അൻവർ MLA അല്ല. ആ MLA സ്ഥാനം അദ്ദേഹം ഉപേക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇനി തൃണമൂൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയം ഏറ്റെടുക്കുന്നത്. അതിന്റെ സംസ്ഥാന കോർഡിനേറ്റർ പദവിയിലേക്കാണ് PV അൻവർ ഇനി MLA അല്ല, മുൻ MLA, നിലമ്പൂർ മുൻ MLA PV അൻവർ രാജിവെച്ചിരിക്കുന്നു. രാജി സ്ഥിരീകരിച്ചിരിക്കുകയാണ്. PV അൻവർ നിയമസഭയിലെത്തി സ്പീക്കർക്ക് രാജിക്കത്ത് കൈമാറി. കേരളത്തിൽ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കിക്കൊണ്ട് PV അൻവർ MLA സ്ഥാനം, നിലമ്പൂർ MLA സ്ഥാനം രാജിവെച്ചിരിക്കുന്നു. രാവിലെ സ്പീക്കറെ കണ്ട് രാജിക്കത്ത് കൈമാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ വിവരം. അതിന് പിന്നാലെ വാർത്താ സമ്മേളനം ഉണ്ടാകും. അതിൽ കാര്യങ്ങളെല്ലാം വിശദമായി പറയാമെന്നാണ് PV അൻവർ പറയുന്നത്. ഇനി PV അൻവർ കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവായിട്ടാകും അറിയപ്പെടുക. തൃണമൂൽ കോൺഗ്രസിന്റെ കേരളത്തിൽ നിന്നുള്ള ദേശീയ മുഖമായിട്ട് PV അൻവർ ഉയരും എന്നുള്ളതാണ്. മമതാ ബാനർജിയെ കൊൽക്കത്തയിലെത്തി കണ്ടിരുന്നു. അതിന് പിന്നാലെയാണ് PV അൻവർ ഇത്തരമൊരു നീക്കത്തിലേക്ക് വന്നിരിക്കുന്നത്. മമതാ ബാനർജിയുടെ നിർദ്ദേശപ്രകാരമാണ് അൻവർ MLA സ്ഥാനം രാജിവെക്കുന്നത് എന്നാണ് സൂചന. MLA സ്ഥാനത്ത് നിന്നുള്ള അയോഗ്യതാ ഭീഷണി മറികടക്കാനും ഇതുവഴി അൻവറിന് കഴിയുമെന്നാണ് വിലയിരുത്തൽ. ഇന്ന് രാവിലെ 9:30 നിയമസഭയിലെത്തി സ്പീക്കറെ കണ്ട് രാജിക്കത്ത് കൈമാറിയത്. ഇന്നലെ രാത്രിയാണ് അൻവർ ഇക്കാര്യത്തിൽ ഫേസ്ബുക്കിലൂടെ ജനങ്ങളെ അറിയിച്ചത്. താൻ ഇന്ന് സ്പീക്കറെ കാണുമെന്ന്. അപ്പോൾ മുതൽ PV അൻവർ രാജിയിലേക്ക് എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. അതിൽ ഇപ്പോൾ PV അൻവറിന്റെ ഭാഗത്തു നിന്ന് തന്നെ, അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് തന്നെ അത് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. താൻ രാജിവെച്ചിരിക്കുന്നു, രാജിക്കത്ത് കൈമാറിയിരിക്കുന്നു എന്നുള്ളത്. ഇനി എന്താണ് PV അൻവറിന് പറയാനുള്ളത്? തന്റെ തൃണമൂൽ കോൺഗ്രസിൽ നിന്നുള്ള പ്രവർത്തനം ഏതു രീതിയിലായിരിക്കും? കേരളത്തിൽ വലിയ സ്വാധീനമില്ലാത്ത രാഷ്ട്രീയ പാർട്ടിയാണ്. അതിനെ എങ്ങനെ കേരളത്തിൽ സ്വീകാര്യമാക്കും എന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം PV അൻവർ പറയും.